ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഹിസ്റ്ററി ഓഫ് മെഷർമെൻറ്റ്. ആദ്യം നമുക്ക് കുറച്ച് ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് പഠിക്കാം. അതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുക. ഒരളവ് അതിൻ്റെ യഥാർത്ഥ മൂല്യത്തോട് എത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. പണ്ട് കാലത്ത് ഈജിപ്തുകാർ നീളം അളക്കാൻ ഉപയോഗിച്ചിരുന്ന ക്യൂബിറ്റ് എന്നാൽ എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, കൈമുട്ട് മുതൽ നടുവിരലിൻ്റെ അറ്റം വരെയുള്ള നീളം. ക്യൂബിറ്റ് എന്നാൽ കൈമുട്ട് മുതൽ നടുവിരലിൻ്റെ അറ്റം വരെയുള്ള നീളം. ഈജിപ്തുകാരാണ് പണ്ട് ഇത് നീളം അളക്കാൻ ഉപയോഗിച്ചിരുന്നത്. റോമാക്കാർ ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന പേസ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ഒരു വലിയ ചുവട്. റോമാക്കാർ ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന പേസ് ഒരു വലിയ ചുവടിനെയാണ് സൂചിപ്പിക്കുന്നത്. മൈൽ എന്ന പദം രൂപപ്പെട്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, ലാറ്റിൻ. മൈൽ എന്ന പദം രൂപപ്പെട്ടത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. മെട്രിക് സമ്പ്രദായം ആദ്യമായി അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ സി, ഫ്രാൻസ്. മെട്രിക് സമ്പ്രദായം ആദ്യമായി അവതരിപ്പിച്ചത് ഫ്രാൻസ്. ആദ്യകാലങ്ങളിൽ 1 ഇഞ്ച് എന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരുന്നത്? ആൻസർ ഓപ്ഷൻ എ, 3 ബാർലി നെന്മണികളുടെ നീളം. ആദ്യകാലങ്ങളിൽ 1 ഇഞ്ച് എന്നാൽ 3 ബാർലി നെന്മണികളുടെ നീളമാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര അളവുതൂക്ക സമ്പ്രദായം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1960. അന്താരാഷ്ട്ര അളവുതൂക്ക സമ്പ്രദായം നിലവിൽ വന്ന വർഷം 1960. പഴയകാലത്ത് കേരളത്തിൽ നിലവിലിരുന്ന തുലാം എന്നത് എന്തിനെ അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ്? ആൻസർ ഓപ്ഷൻ സി, ഭാരം. പഴയകാലത്ത് കേരളത്തിൽ നിലവിലിരുന്ന തുലാം എന്നത് ഭാരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ്. ഭൂമിയുടെ മധ്യരേഖയിൽ നിന്നും ഉത്തരധ്രുവത്തിലേക്കുള്ള ദൂരത്തിൻ്റെ 1 കോടിയിൽ 1 ഭാഗമായി ആദ്യമായി നിർവചിക്കപ്പെട്ട യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ സി, മീറ്റർ. ഭൂമിയുടെ മധ്യരേഖയിൽ നിന്നും ഉത്തരധ്രുവത്തിലേക്കുള്ള ദൂരത്തിൻ്റെ 1 കോടിയിൽ 1 ഭാഗമായി ആദ്യമായി നിർവചിക്കപ്പെട്ട യൂണിറ്റ് മീറ്റർ. പണ്ടുകാലത്ത് സമയം അളക്കാൻ ഈജിപ്തുകാരും ബാബിലോണിയക്കാരും ഉപയോഗിച്ചിരുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സൂര്യഘടികാരം, സൺഡയൽ. പണ്ടുകാലത്ത് സമയം അളക്കാൻ ഈജിപ്തുകാരും ബാബിലോണിയക്കാരും ഉപയോഗിച്ചിരുന്ന ഉപകരണം സൂര്യഘടികാരം അല്ലെങ്കിൽ സൺഡയൽ. കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന നോട്ട് എന്ന യൂണിറ്റിൻ്റെ ചരിത്രം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, കയറിൽ ഇട്ടിരുന്ന കെട്ടുകൾ. കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന നോട്ട് എന്ന യൂണിറ്റിൻ്റെ ചരിത്രം കയറിൽ ഇട്ടിരുന്ന കെട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ മെട്രിക് സമ്പ്രദായം ഔദ്യോഗികമായി നടപ്പിലാക്കിയത് ഏത് വർഷത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി, 1956. ഇന്ത്യയിൽ മെട്രിക് സമ്പ്രദായം ഔദ്യോഗികമായി നടപ്പിലാക്കിയ വർഷം 1956. പണ്ടുകാലത്ത് സ്വർണത്തിൻ്റെ തൂക്കം അളക്കാൻ ഉപയോഗിച്ചിരുന്ന കാരറ്റ് എന്ന വാക്ക് ഏത് വിത്തിൽ നിന്നാണ് ഉണ്ടായത്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാട്ടുപയർ വിത്ത്. പണ്ടുകാലത്ത് സ്വർണത്തിൻ്റെ തൂക്കം അളക്കാൻ ഉപയോഗിച്ചിരുന്ന കാരറ്റ് എന്ന വാക്ക് കാട്ടുപയർ വിത്ത് അതിൽ നിന്നുമാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിലവിലിരുന്ന യാർഡ് എന്ന അളവ് ഏത് രാജാവിൻ്റെ ശരീരഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ഹെൻറി 1 രാജാവ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിലവിലിരുന്ന യാർഡ് എന്ന അളവ് ഏത് രാജാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹെൻറി 1 രാജാവ്. പ്രകാശത്തിൻ്റെ വേഗതയെ അടിസ്ഥാനമാക്കി മീറ്റർ പുനർനിർവചിക്കപ്പെട്ടത് ഏത് വർഷത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി, 1983. പ്രകാശത്തിൻ്റെ വേഗതയെ അടിസ്ഥാനമാക്കി മീറ്റർ പുനർനിർവചിക്കപ്പെട്ട വർഷം 1983. പണ്ടുകാലത്ത് കേരളത്തിൽ ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പരമ്പരാഗത പാത്രം അല്ലെങ്കിൽ അളവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, നാഴി. പണ്ടുകാലത്ത് കേരളത്തിൽ ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പരമ്പരാഗത പാത്രം നാഴി. താഴെ പറയുന്നവയിൽ ഏതാണ് അളവുകളുടെ ചരിത്രത്തിലെ FPS സമ്പ്രദായത്തെ സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. FPS, ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. നിലവിൽ പാരീസിലെ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടർ എന്തിൻ്റെ മുൻകാല നിർവചനമായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, കിലോഗ്രാം. നിലവിൽ പാരീസിലെ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടർ എന്തിൻ്റെ മുൻകാല നിർവചനമായിരുന്നു? 1 കിലോഗ്രാം എന്നതിൻ്റെ മുൻകാല നിർവചനമായിരുന്നു. ഇനി നമുക്ക് കുറച്ച് നോട്ട്സ് നോക്കാം.
ആദ്യകാലങ്ങളിൽ മനുഷ്യൻ നീളവും ദൂരവും അളക്കാൻ സ്വന്തം ശരീരഭാഗങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇവ പ്രാദേശികമായി വ്യത്യാസപ്പെട്ടിരുന്നു. ആദ്യത്തേതാണ് ക്യൂബിറ്റ്. പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന അളവ് കൈമുട്ട് മുതൽ നടുവിരലിൻ്റെ അറ്റം വരെയുള്ള നീളം, അതാണ് ക്യൂബിറ്റ്. ഇനി പേസ്, റോമാക്കാർ ദൂരം അളക്കാൻ ഉപയോഗിച്ച രീതി. ഒരു മനുഷ്യൻ്റെ 2 വലിയ ചുവടുകൾക്കിടയിലെ ദൂരം 1000 പേസുകൾ ചേർന്നാണ് ഒരു റോമൻ മൈൽ. പേസ് അതാണ്. ഇനി ഇഞ്ച്. ഇംഗ്ലണ്ടിൽ 3 ബാർലി നെന്മണികൾ ഒന്നിനു പുറകെ ഒന്നായി വെക്കുന്ന നീളത്തെയാണ് പണ്ട് 1 ഇഞ്ചായി കണക്കാക്കിയിരുന്നത്. ഇനി യാർഡ്. ഹെൻറി 1-ാമൻ രാജാവിൻ്റെ മൂക്കിൻ്റെ അഗ്രം മുതൽ നീട്ടിപ്പിടിച്ച കൈവിരലിൻ്റെ തുമ്പ് വരെയുള്ള ദൂരം, അതാണ് യാർഡ്. ഏതൊക്കെയാണ് വരുന്നത്? ക്യൂബിറ്റ്, പേസ്, ഇഞ്ച്, യാർഡ്. അടുത്തത് പരമ്പരാഗത ഭാര സമയ അളവുകൾ. ക്യാരറ്റ്. രത്നങ്ങളും സ്വർണവും തൂക്കാൻ പണ്ട് കാരി മരത്തിൻ്റെ വിത്തുകൾ ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ക്യാരറ്റ് എന്ന വാക്കുണ്ടായത്. നമ്മൾ 22 ക്യാരറ്റ് സ്വർണം എന്നൊക്കെ പറയാറില്ലേ, ആ ക്യാരറ്റാണിത്. ഇനി സമയഗണനം. സൂര്യൻ്റെ നിഴൽ നോക്കുന്ന സൂര്യഘടികാരങ്ങൾ വഴിയാണ് പകൽ സമയം കണക്കാക്കിയിരുന്നത്. ബാബിലോണിയക്കാരാണ് 1 മണിക്കൂറിൽ 60 മിനിറ്റായും ദിവസത്തെ 24 മണിക്കൂറായും വിഭജിച്ചത്. ഇനി കേരളീയ അളവുകൾ നോക്കാം. പണ്ട് കാലത്ത് കേരളത്തിൽ നീളത്തിന് കോല്, വിരല് എന്നിവയും ദ്രാവകങ്ങൾക്കും ധാന്യങ്ങൾക്കും നാഴി, ഉരി, ഇടങ്ങഴി, പറ എന്നിവയും ഭാരത്തിന് തുലാം പോലുള്ള അളവുകളും ഉപയോഗിച്ചിരുന്നു. അടുത്ത മെട്രിക് സമ്പ്രദായത്തിൻ്റെ തുടക്കം. വ്യത്യസ്ത ശരീരഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ വ്യാപാരത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഇതിനൊരു പരിഹാരമായി ശാസ്ത്രീയമായ അളവ് രീതികൾ നിലവിൽ വന്നു. 1795 ഫ്രാൻസാണ് ആദ്യമായി മെട്രിക് സമ്പ്രദായം. സെൻറ്റിമീറ്റർ, ഗ്രാം, ലിറ്റർ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള രീതി, അതാണ് മെട്രിക് സമ്പ്രദായം. ഔദ്യോഗികമായി അവതരിപ്പിച്ചത് ഫ്രാൻസാണ് 1795. ഭൂമിയുടെ മധ്യരേഖയിൽ നിന്ന് ഉത്തരധ്രുവത്തിലേക്കുള്ള ദൂരത്തിൻ്റെ 1/1,000,000 ഭാഗമായാണ് ആദ്യമായി മീറ്റർ നിർവചിക്കപ്പെട്ടത്. ഭൂമിയുടെ മധ്യരേഖയിൽ നിന്ന് ഉത്തരധ്രുവത്തിലേക്കുള്ള ദൂരത്തിൻ്റെ 1/1,000,000 ആ ഭാഗമായാണ് ആദ്യമായി മീറ്റർ നിർവചിക്കപ്പെട്ടത്. അന്താരാഷ്ട്ര ഏകക വ്യവസ്ഥ SI യൂണിറ്റുകൾ. ലോകമെമ്പാടും ഒരേ അളവ് രീതി പിന്തുടരുന്നതിനായി 1960 അന്താരാഷ്ട്ര അളവ് തൂക്ക സംഘടന SI സമ്പ്രദായം അംഗീകരിച്ചു. ആ വർഷം ഓർത്ത് വെക്കുക, 1960. ഇതിൽ 7 അടിസ്ഥാന യൂണിറ്റുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാണ്. ഉദാഹരണത്തിന് നീളത്തിന് മീറ്റർ, ഭാരത്തിന് കിലോഗ്രാം, സമയത്തിന് സെക്കൻഡ്, താപനിലയ്ക്ക് കെൽവിൻ. ഇന്ത്യയിൽ 1956 നിയമപ്രകാരമാണ് ഇന്ത്യ പഴയ സമ്പ്രദായങ്ങൾ മാറ്റി മെട്രിക് അല്ലെങ്കിൽ SI രീതിയിലേക്ക് പൂർണ്ണമായി മാറിയത്. ആധുനിക നിർവചനങ്ങൾ. ഇന്ന് ഭൗതിക വസ്തുക്കൾക്ക് പകരം പ്രകൃതിയിലെ സ്ഥിരമായ പ്രപഞ്ച നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അളവുകൾ നിശ്ചയിക്കുന്നത്. മീറ്റർ എന്ന് പറഞ്ഞാൽ പ്രകാശം ശൂന്യതയിൽ 1 സെക്കൻഡിൻ്റെ വളരെ ചെറിയൊരു ഭാഗം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമായി 1983 പുനർനിർവചിച്ചു. കിലോഗ്രാം എന്നത് പാരീസിൽ സൂക്ഷിച്ചിരുന്ന പ്ലാറ്റിനം ഇറിഡിയം സിലിണ്ടറിൻ്റെ ഭാരത്തിന് പകരം 2019 മുതൽ പ്ലാങ്ക് സ്ഥിരാങ്കം അടിസ്ഥാനമാക്കിയാണ് കിലോഗ്രാം അളക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. സിലബസിൽ ഹിസ്റ്ററി ഓഫ് മെഷർമെൻറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്തൊക്കെയാണെന്നുള്ളത് എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ചോദ്യോത്തരങ്ങൾ പഠിച്ചത്. തൽക്കാലം ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു.